ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-ാമത്തെ തിരുവചനം. അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ദാനിയേലിനെതിരെ ആ ദേശത്തിലെ പ്രധാന അധിപന്മാരും പ്രധാനികളും ഒരുമിച്ചുകൂടി അവനെതിരെ ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അവനെ ആ ദേശത്തിൽ നിന്ന് പുറത്താക്കുക, അവനെ കൊന്നുകളയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർക്ക് അവനെതിരെ ഗൂഢാലോചന നടത്തുക. ആ വചനങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് അവനിൽ ആർക്കും ഒരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. കർത്താവിൽ സ്നേഹിക്കപ്പെട്ടവരെ, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളെയും കുറ്റം ആരോപിക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും അനേകം ആളുകൾ തക്കം പാർക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ദാനിയേലിനെ പോലെ വിശ്വസ്ത മനോഭാവത്തോടുള്ള വിശ്വസ്തരായി നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് വർദ്ധിക്കാം. നാം ജോലി ചെയ്യുന്ന മേഖലകൾ, നാം ആയിരിക്കുന്ന ഭവനങ്ങൾ, സമൂഹങ്ങൾ എല്ലാം കർത്താവ് എന്നെ ഏൽപ്പിച്ച ഇടമാണെന്ന ബോധ്യത്തിൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരുമായുള്ള ബന്ധത്തിലും വിശ്വസ്തത പുലർത്തുവാൻ നമുക്കിടയായി തീരട്ടെ. കള്ളവും ചതിയും അസൂയയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി സ്നേഹത്തോടുകൂടെ വിശ്വസ്തയോടുകൂടെ പെരുമാറുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. യേശുക്രിസ്തുവിൽ യാതൊരു കുറ്റവും കണ്ടെത്തിയില്ല എന്ന് പീലാത്തോസ് പറയുമ്പോൾ, ദാനിയേലിനും യാതൊരുവിധ കുറ്റവും ഇല്ല എന്ന് കണ്ടെത്തുവാൻ സാധിച്ചില്ല എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മകൾ എന്ന നിലയിൽ നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നമ്മളിൽ ഒരു കുറ്റവും കുറവും കണ്ടെത്തുവാൻ ആർക്കും സാധിക്കാതിരിക്കട്ടെ. അത്രമാത്രം വിശ്വസ്തയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നമുക്കായിരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.